ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഇതെൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാനൊരു സമ്മാനം മേടിച്ച കഥയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കിടന്ന ഞങ്ങളുടെ നിശ്ചയമോതിരം ഉണ്ടല്ലോ, നമ്മുടെ പേര് കുത്തിയ മോതിരം. ആ മോതിരം വന്നിട്ട് ഒരു ആക്സിഡൻറ്റിൽ പുള്ളിക്കാരന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിങ്ങനെ അറുത്ത് മുറിച്ചെടുക്കേണ്ട അവസ്ഥ വന്നായിരുന്നു. കൈക്ക് വിരലിനൊടിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മോതിരം പിന്നീട് ഞങ്ങളുടെ സാമ്പത്തിക നഷ്ടം മൂലം, ബാധ്യത മൂലം ഞങ്ങളത് കൊടുക്കേണ്ടി വന്നായിരുന്നു. അന്ന് തൊട്ട് എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഹസ്ബൻഡിന് ആ ഒരു മോതിരം പണിയിച്ച് കൊടുക്കണമെന്ന്. അങ്ങനെ എനിക്ക് കിട്ടിയ ചെറിയ പൈസകളെല്ലാം ചേർത്ത് വെച്ചാൽ മേടിച്ചു കേട്ടോ. ഈ കാണുന്ന ആദ്യത്തെ കുടുക്ക പൊട്ടിച്ചത് എൻ്റെ മോടെ കുടുക്ക കേട്ടോ. അവളും അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന്, അതായത് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പൈസയൊക്കെ ചേർത്ത് വയ്ക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അത് പൊട്ടിച്ചത്. രണ്ടാമത് പൊട്ടിക്കുന്നത് ഞാൻ എൻ്റെ വഞ്ചിയായിരുന്നു കേട്ടോ. ആ കുടുക്കയ്ക്കകത്ത് വലിയ നോട്ടുകളായിരുന്നു ഇട്ട് വയ്ക്കുന്നത്. ഇപ്പം എൻ്റെ അമ്മ പൊട്ടിക്കുന്നത് ഞാൻ ഇട്ട് വെച്ചിരുന്ന കുടുക്കകളാണ്. അപ്പോൾ അതിൽ വരുന്നത് 500-ൻ്റെയും 100-ൻ്റെയും ഒക്കെ നോട്ടുകളാണ് കേട്ടോ. ഈ പനിയൊക്കെ വരുമ്പം വന്നിട്ട് പൈസ വേണമെന്ന് പറഞ്ഞ് മേടിക്കും. അത് കഴിഞ്ഞിട്ട് പാരസെറ്റമോൾ കഴിക്കും. ആ 500 മേടിച്ച് ഞാൻ വഞ്ചിക്കകത്തിടുമായിരുന്നു. പിന്നെ ഞാൻ ജോലിക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ദിവസം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ പൈസ മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഈ വഞ്ചി പൊട്ടിച്ചത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പോയി പണിയിക്കണമല്ലോ മോതിരം, അതിന് കൊടുത്ത്. രണ്ടാമത് വീണ്ടും കുടുക്ക നിറച്ച്, അതാണ് ഈ കാണുന്നത്. ആ കുടുക്ക നിറച്ചതിലുള്ള പൈസ എടുത്തിട്ടാണ് നമ്മൾ ആ മോതിരം പണിയിച്ചത് മേടിക്കാൻ പോയത്. അപ്പോൾ അമ്മയാണ് കേട്ടോ അടുക്കി പറക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പൈസയുടെയൊക്കെ കുറവുണ്ടായിരുന്നു. അത് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മേടിച്ചെടുത്ത്, കടമൊന്നും ആക്കിയില്ല, അല്ലാതെ തന്നെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ പേരെഴുതിയൊരു മോതിരം പുള്ളിക്ക് ഞാൻ മേടിച്ചു. ഇത് ഇപ്പോൾ ഈ കാണുന്നത് 1/2 ഗ്രാമിൻ്റെ മോതിരമാണ് കേട്ടോ. 1/2 ഗ്രാമിൻ്റെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഞാൻ വാച്ച് മേടിക്കണമെന്ന് പറഞ്ഞാൽ കേട്ടോ ഈ പോയത്. പുള്ളിക്ക് വാച്ച് മേടിക്കുക, വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്ന് പറഞ്ഞ് പോയാൽ മേടിച്ചു. അപ്പം കടയിൽ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, നീയും കൂടി ഒരു മോതിരം മേടിച്ചോ, നിനക്ക് എന്തെങ്കിലും തരണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 650 മില്ലിയുടെ ഒരു മോതിരം മേടിച്ചു കേട്ടോ. അതാ ഇപ്പോൾ കാണിക്കുന്നത്. ഈ ലവ് ചിഹ്നം വരുന്ന മോതിരം 5000 രൂപയായിട്ടുള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ എൻ്റെ പേര് കുത്തിയ മോതിരം അത് ഞാൻ സർപ്രൈസായിട്ട് കൊടുക്കുക, അറിയത്തില്ല. ഞാൻ വാച്ചാണ് മേടിക്കാൻ വന്നിരിക്കുന്നതെന്നാണ് പുള്ളിയുടെ വിചാരം. പിന്നെ അതിനുശേഷം മോക്കൊരു കൊലുസ് മേടിച്ചു. മോടെ കൊലുസ് പൊട്ടിപ്പോയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നുണ്ട്, ഇത് 1/2 പവൻ്റെ നെക്ലസ്സാണ്. നല്ല രസമുണ്ട് കാണാൻ, ലൈറ്റ് വെയിറ്റ്. എനിക്കായിട്ട് മേടിച്ച ആ ലവ് ചിഹ്നത്തിന് മോതിരം എനിക്ക് തരും കേട്ടോ ഗിഫ്റ്റായിട്ട്. അതിനുശേഷം ഞാൻ പുള്ളിക്ക് മേടിച്ച മോതിരം എടുക്കുന്നുണ്ട്. പക്ഷെ അറിയില്ല, വാച്ചാണെന്ന് കരുതിയിട്ടാണ്. എൻ്റെ മോളാണ് കേട്ടോ കുറുമ്പി. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോതിരം എടുത്തിടാൻ പോകും കേട്ടോ. ആൾ വാച്ചാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ കണ്ടപ്പോൾ മനസ്സിലായി മോതിരം വന്ന്. പിന്നെ ആൾക്ക് മനസ്സിലായില്ല അത് പേരെഴുതിയ മോതിരമാണെന്ന് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ ഇടുന്നുണ്ട് കേട്ടോ. ആൾ ഞെട്ടുന്ന വീഡിയോയും ഒക്കെ ഇപ്പം കാണാം.